പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ധ്യാനിക്കാം. സർക്കാരിനെ പറ്റിക്കുന്നത്, മനുഷ്യനെ പറ്റിക്കുന്ന മേഖലകളെക്കുറിച്ചും, അടിച്ചു മാറ്റുക, മോഷണം നടത്തുക, പരസ്യമായിട്ട് തന്നെ മോഷണം നടത്തുക, ഇതൊക്കെ ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, നാം ഓരോരുത്തരും ഓരോ സമൂഹത്തിലെ ഓരോ ജീവികളാണല്ലോ, സാമൂഹ്യ മനുഷ്യരാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ നാടോടുമ്പോൾ നടുവേ എന്ന ആ പഴഞ്ചൊല്ലും സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ഇന്നലകളിൽ അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് അനുദപിക്കുവാനും പ്രാർത്ഥിക്കുവാനും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുവാനുമായിട്ടുള്ള ഒരു അവസരമായി, പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം നാം ഓരോരുത്തരും ഒന്ന് മാറ്റിയെടുക്കണമേ എന്ന് മാത്രം പറയുകയാണ്. നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്നാണ് കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്. അതായത് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. സർക്കാരിൻ്റെ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് ഇന്ന സാധനങ്ങൾക്ക് വില കൂടുമെന്ന് പല മേഖലകളിലുമുള്ള സോഷ്യൽ മീഡിയയിലൂടെയുള്ള ചാനലുകളിലൂടെയെല്ലാം ചർച്ചകളും വാർത്തകളുമൊക്കെ പെട്ടെന്ന് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ മുമ്പിലേക്ക് എത്തും. അങ്ങനെ മനുഷ്യൻ്റെ മുമ്പിലേക്ക് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നിത്യോപയോഗ സാധനങ്ങളെല്ലാം കരിഞ്ചന്തയിൽ പൂഴ്ത്തി വയ്ക്കും. ഇല്ല, സാധനമില്ല. ഇതെല്ലാം മാർക്കറ്റിൽ പൂഴ്ത്തും. കാരണം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇനി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോയി കഴിയുമ്പോൾ ഇതിനൊക്കെ നല്ല വില കിട്ടേണ്ടതാണ്. വില കൂട്ടിക്കഴിഞ്ഞാൽ നിലവിലിരിക്കുന്നതിന് ന്യായമായിട്ടുള്ള വില കിട്ടും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട്, ബഡ്ജറ്റ് മുമ്പിൽ കണ്ടുകൊണ്ട് ആവശ്യ സാധനങ്ങളും മറ്റും പൂഴ്ത്തിവെച്ച് കരിഞ്ചന്തയിൽ കൂടിയ വിലയ്ക്ക് വിറ്റ് സമൂഹത്തെ ദ്രോഹിക്കുക. പിന്നെ കരിഞ്ചന്തയിലാണ് വിൽപ്പന, ബ്ലാക്ക് ബിസിനസ്. കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു. കൂടിയ വിലയ്ക്ക്, സമൂഹത്തിന് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള കൂടിയ വിലയ്ക്ക് വിറ്റ് പണം സമ്പാദിക്കുന്നു. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിലും ധാരാളമായിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികളെക്കുറിച്ച് സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് വേറൊരു വിഭാഗമുണ്ട്, കള്ളനോട്ടടിച്ച് വിതരണം ചെയ്യുന്നത്. കള്ളനോട്ട്, സർക്കാരിൻ്റെ അനുവാദമില്ലാതെ കൊണ്ട് കള്ളനോട്ടടിച്ച് വിതരണം ചെയ്ത് രാജ്യത്തിൻ്റെ സാമ്പത്തികമായ സന്തുലനാവസ്ഥ തകർത്ത് ജനദ്രോഹം വരുത്തുക, അധ്വാനിക്കാതെ പണം സമ്പാദിച്ച് വഞ്ചന കാണിക്കുക, ജനദ്രോഹം വരുത്തുകയും ചെയ്യുക. ഇത് വലിയൊരു തിന്മയാണ്. ഒരുപക്ഷേ ഇതൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ കള്ളനോട്ടടിക്കുന്നവരായിരിക്കണമെന്നില്ല, പക്ഷേ പാവങ്ങളായിരിക്കാം. ഇത് വലിയ വലിയ ആൾക്കാരൊന്നും കൂടുതൽ ഈ ചാനൽ കാണാറില്ല, കേൾക്കാറില്ല. കാരണം ഇത് സുഖിപ്പിക്കുന്ന ചാനൽ അല്ലാത്തതിൻ്റെ പേരിൽ, ഉള്ള കാര്യമുള്ളതുപോലെ പറയുന്നതിൻ്റെ പേരിൽ പലർക്കും ഇത് ചിലപ്പോൾ ഒരുപക്ഷെ ഉൾക്കൊള്ളാൻ പറ്റിയെന്നിരിക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ടിപ്പിൻ്റെ പരിപാടിയുണ്ട്. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. 10,000 കൊടുത്തു കഴിഞ്ഞാൽ 20,000, അല്ലെങ്കിൽ 10,000 കൊടുത്താൽ 50,000. അങ്ങനെ 10,000 നല്ലതങ്ങ് കൊടുക്കുമ്പോൾ 50,000 അല്ല 40,000 ഒക്കെ മോശം കിട്ടുമെന്ന് ഇങ്ങനെ സമൂഹത്തിൽ പറയുന്നത് കേൾക്കാം. അത് കുറേശ്ശെ വിൽക്കുന്നു, കടകളിൽ കൊണ്ടുപോയി മാറുന്നു. അങ്ങനെ സമൂഹത്തിൽ ഈ തരത്തിലുള്ള കള്ളനോട്ടടിച്ചും അതുപോലെ തന്നെ അത് വിതരണം ചെയ്യുവാൻ വേണ്ടി സഹായിച്ച് പണം വാങ്ങി അവരുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം വാങ്ങിക്കുന്നു. അപ്പോൾ സർക്കാരിൻ്റെ സാമ്പത്തികമായ അവസ്ഥയിൽ വലിയ വ്യത്യാസം വരുന്നു. കള്ളനോട്ട് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനൊന്നും മൂല്യമില്ലാതെ വരുന്നൊരു സാഹചര്യം വരുന്നു. പിന്നീട് അത് വലിയൊരു ജനദ്രോഹമായി മാറ്റപ്പെടുന്നു. അധ്വാനിക്കാതെ മനുഷ്യൻ പണം സമ്പാദിക്കുന്ന സാഹചര്യം. അങ്ങനെയൊക്കെ ചെയ്ത് ജനദ്രോഹം നടത്തി ഞാൻ കർത്താവിനെ മാത്രമല്ല
സമൂഹത്തെയും രാജ്യത്തെയും വഞ്ചിച്ച ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ? സാധനങ്ങളൊക്കെ പൂഴ്ത്തി വയ്ക്കുക, അമിതമായ വിലയ്ക്ക് വിൽക്കുക, അതുപോലെ തന്നെയാണ് രേഖകളിൽ കൃത്രിമം കാണിക്കുക, ബാങ്ക് ചെക്കുകളിൽ കൃത്രിമം കാണിക്കുക, കള്ളയൊപ്പിടുക, വസ്തുവിൻ്റെ ആധാരം മുതലായവയ്ക്ക് കൃത്രിമ രേഖകൾ ചമയ്ക്കുക, കള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കുക, കള്ളരേഖകൾ കാണിച്ച് അനർഹമായ പാസ്പോർട്ടൊക്കെ സമ്പാദിക്കുക, വ്യാജ വിസ നൽകുക, കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വസ്തു കൈമാറ്റം നടത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ആധാരം ചെയ്ത് സർക്കാരിനെ പറ്റിക്കുക, ഈ ഭൂമി കച്ചവടമൊക്കെ നടത്തുന്ന സമയത്ത് യഥാർത്ഥ വിലയിൽ നിന്നും കൂടുതൽ വാങ്ങിക്കൊണ്ട് അടിച്ചു മാറ്റുക, ഒറ്റ ബിസിനസ്സിലൊക്കെ കോടികളൊക്കെ പോക്കറ്റിലാക്കുക, ഇതൊക്കെ രേഖകളിൽ കൃത്രിമം കാണിക്കുന്നു. ആത്മീയമായ മേഖലയിലുള്ള പല വ്യക്തികളും രേഖകളിൽ കൃത്രിമം കാണിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് സമൂഹത്തിൽ ഇങ്ങനെ ചില കേസുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വലിയ തിന്മയാണ്. ദൈവം അനുവദിക്കാത്ത വലിയ സാമൂഹ്യമായ തിന്മയാണ് രേഖകളിൽ കൃത്രിമം കാണിക്കുക. നമുക്കൊരു നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മപരിശോധന ചെയ്യാം. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും, അതോടൊപ്പം തന്നെ രേഖകളിൽ കൃത്രിമം കാണിക്കുക, ഇത് ദൈവം വെറുക്കുന്നു. ന്യായമായ അളവും തൂക്കവുമെല്ലാം കർത്താവ് ആഗ്രഹിക്കുന്നു, അതിൽ ദൈവം സന്തോഷിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പൂഴ്ത്തിവെച്ച് കരിഞ്ചന്തയിൽ അന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ വിറ്റ സാഹചര്യങ്ങൾ, കൃത്രിമമായിട്ട് രേഖകളിൽ കൃത്രിമം കാണിക്കുക, മാതാപിതാക്കളുടേതാകാം, മറ്റേതെങ്കിലും മേഖലകളിലാകാം രേഖകളിൽ ഞാൻ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ? കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ വ്യക്തിയാണോ ഞാൻ? ഈശോയുടെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യാം. ഇവയെക്കുറിച്ചൊന്ന് അനുദപിക്കുവാനും ഉപേക്ഷിക്കുവാനും ഏറ്റുപറഞ്ഞൊരു വിശുദ്ധ കുമ്പസാരം നടത്തി ദൈവത്തെങ്കിലേക്ക് തിരിയുവാനും നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും വെട്ടിപ്പുമെല്ലാം നടത്തി രേഖകളിൽ കൃത്രിമം കാണിച്ച് കള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി കർത്താവെ കൈക്കൂലിയൊക്കെ കൊടുത്ത് സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തു കൂട്ടിയ തിന്മകൾ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെയും മേലും അവിടുത്തെ അനന്തമായ കരുണ വർഷിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.